ഹലോ ക്രിയേറ്റേഴ്സ്. ഹലോ. അമ്പോ അതെയാ, അത് കൊള്ളാലോ. എന്നാ ഡേറ്റ്? 27 ജൂലൈയില്. എവിടെ വെച്ചിട്ടാ പരിപാടി? ഗ്രാൻഡ് കേരള ഷെഫീൽഡില്. ഇത് പൊളിക്കൂട്ടാ. ഞാനുണ്ടാവട്ടോ, നിങ്ങളുണ്ടാവോ? ഞാനും ഉണ്ടാവും, എന്റെ ഫാമിലി ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. UK മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പ്, ഫസ്റ്റ് മീറ്റപ്പ് ജൂലൈ 27 ഷെഫീൽഡ് വെച്ച് നടക്കുകയാണ്. ഷെഫീൽഡ് എവിടെ വെച്ചാൽ? ഗ്രാൻഡ് കേരള ഷെഫീൽഡ് വെച്ചാൽ. ആ ഇവന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഗ്രാൻഡ് കേരളയാണ്. അപ്പോൾ ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ്. ഇവിടെ നിന്ന് നമ്മൾ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എല്ലാം ഒത്തൊരുമിച്ച് ഒരു വലിയ കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ UK കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മലയാളീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. ഇത്രയും കേട്ടിട്ടും കണ്ടിട്ട് എങ്ങനെയല്ല ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പം ഞാനും 27 രാത്രി പോവുകയാണ് ഷെഫീൽഡിലോട്ട്. അപ്പോൾ ഇപ്പോൾ ടോൾബോത്തിൽ നിന്ന് നേരെ ട്രെയിൻ എടുത്ത് നേരെ വിക്ടോറിയയിലോട്ട് പോയി. വിക്ടോറിയ ബസ് കോച്ച് സ്റ്റേഷനിൽ പോയി അവിടെ എൻ്റെ കൂടെ 4 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ അവരെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. അവരുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് ഞങ്ങൾ നേരെ ഷെഫീൽഡിലോട്ട് ബസ്സിന് യാത്ര ചെയ്ത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഷെഫീൽഡ് കോച്ച് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയതിന് ശേഷം നേരെ അബിസിക്കിനെ വിളിച്ചു. അപ്പോൾ അബിസിക്ക് പറഞ്ഞു നേരെ നടന്നു, ഇൻ ബിറ്റ്വീൻ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി വന്നു. ഞങ്ങൾ നേരെ പുള്ളിയുടെ വീട്ടിലോട്ട് പോയി. പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിയും പുള്ളിയുടെ വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം 2 ദിവസം മുന്നേ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാർ രാവിലെ എഴുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊറോട്ടയും മുട്ടക്കറിയും ചായ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പാവക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് താങ്ക്സ് ഉണ്ട് 2 പേർക്കും. അങ്ങനെ അവിടുന്ന് ചായയും കാപ്പിയും മിക്സ്ചറും പലഹാരങ്ങളും എല്ലാം കഴിച്ചതിന് ശേഷം റെഡി ആയിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടെയാണ്? നമ്മുടെ ഗ്രാൻഡ് കേരളയിലോട്ട്. ലാസ്റ്റ് തിരി നമ്മളെല്ലാ മെമ്പേഴ്സും കൂടി വന്നിട്ട് തെളിയിക്കണം. എല്ലാവരും വരിക. പറ്റുന്നവരെല്ലാവരും ഈ കൈ ഒന്ന് കൈ വെച്ചിട്ട് നമുക്ക് ഈ തിരി തെളിയിക്കും. എല്ലാവരും വരിക. ഈ ഒരു സംഘടനയിൽ പ്രകാശ ലോകം മുഴുവൻ പറയട്ടെ, നല്ല സന്ദേശ ലോകത്തിന് നൽകാൻ നമുക്ക് കഴിയുമാറട്ടെ. എല്ലാവരും അവരവരുടെ മേഖലകളിൽ വിജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തെളിയിക്കും. എന്റെ പേര് ജേർണലിസ്റ്റ് ആണ്. മൈഗ്രേഷൻ സ്റ്റോറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഗ്ലോബൽ മല്ലു. ഫസ്റ്റ് മിസ് മലയാളി എന്ന പേര്. പിന്നെ ഞങ്ങൾ ഫാമിലി ചാനലിന്റെ പേര് നല്ലൊരു UK എന്നാണ്. എന്റെ ചാനലിന്റെ പേര് അബീസ് UK എന്നാണ്. കൊണ്ട് അതിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫ്ലാറ്റ്മേറ്റ്സ് ഒക്കെ പറഞ്ഞു നിന്നേക്ക് അതിന് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്റർനെറ്റിനോട് ഓടി വന്ന് ഹക്ക് ചെയ്തപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി. കുഞ്ഞു ചാനലുണ്ട് കേട്ടോ, നിങ്ങൾ കാണണ്ട ഇല്ലേ? കണ്ടോ? ഷെഫാണ്. എന്റെ പേര് റെനി ആന്റണി. ഞാനൊരു 1.5 വർഷമായുള്ളൂ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്. ഫാമിലി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. പരിചയപ്പെട്ടതാണ് UK മല്ലു എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചാനലാണ്. ഒരു ബ്ലോഗിംഗ് ചാനലുണ്ട്, അതിന്റെ പേര് ബിസ്നാൻ ഷെഫീഖ്. ചെറിയ ചാനലുണ്ട് ഫിൻടെക് UK പറയും. സ്ക്രീൻ മല്ലു വെച്ചുള്ള വീഡിയോ ഇടും. ഞാൻ ജോഫി. എന്റെ ചാനലിൽ ഒരു കൃഷി വീഡിയോസിലൂടെ ഒത്തിരി നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റീവ് ഞാൻ ചെയ്തത് കൂടുതൽ ഞാൻ സസ്റ്റൈനബിൾ ആർട്ടായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർ ബൈ പാഷൻ ആണ്. ട്രൂതനൻസ് എന്ന് പറഞ്ഞൊരു ചെറിയ ചാനലുണ്ട് എനിക്ക്. അതുപോലെ യൂട്യൂബ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഫുഡ് ചാനൽ ഉണ്ട്, സീ ഫുഡ് ഡയറീസ് എന്ന് പറഞ്ഞിട്ട്.
ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ട്രാവൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു ബോർഡറി മാറ്റാൻ വേണ്ടി തന്നെയാണ് കാര്യം പറഞ്ഞത്. ഒരുമിച്ച് കാണാൻ പറ്റിയത് തന്നെ ആദ്യം അഭിനന്ദനത്തോടാണ് മുന്നോട്ട് വരണം. ബേസിൽ നമ്മള് ചെറിയ ഉപഹാരം ലൈവായിട്ട് നമ്മുടെ അതില് ഗ്രാൻഡ് കേരള റെപ്രസെന്റ് ചെയ്യുന്ന GK ഉണ്ട്, അതുപോലെ നമ്മുടെ നാടിന്റെ തലമയുള്ള നിലവിളക്കുണ്ട്, പെൺകുട്ടികളുണ്ട്, വളർന്നു വരുന്ന ഒരു പകരമുണ്ട്. അത് ഇന്ന് തന്നെ ഗ്രാൻഡ് കേരളയുടെ ഓഫീഷ്യൽസിനെ ഏൽപ്പിക്കാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളിത് ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ഹോട്ടലിൽ വെക്കാം. മലയാളികളായാലും ഇംഗ്ലീഷായാലും ക്ലയൻസ് ആരും വന്നാലും അവരാരും ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഹിസ്റ്ററി എന്താണ് കാര്യങ്ങളുള്ളത് റെസ്പെക്ട് ആയിരിക്കും അത്. ഓക്കെ, ഞാൻ ഇത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ ക്രിയേഷനിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ കൊണ്ടുവരുന്ന ഒരു റീബർത്ത് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാനൊക്കെയാണ്. എൻ്റെ ചാനലിൽ ഞാൻ യൂട്യൂബായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഈ ഒരു വിളക്ക് ഇവിടെ കത്തിച്ച വിളക്ക്. അപ്പോൾ അതിനെനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയുള്ളൊരു എൻ്റെ ചാനലിലെ ഒരു റീബർത്തിനെയാണ് ഞാൻ ആ ഒരു ക്യാരക്ടറെ സൂചിപ്പിച്ചേക്കുന്നത്. പ്ലസ് അതിന് ഏത് പ്ലസ്